ഇപ്പോൾ വലിയ രീതിയിൽ ലഹരി വേട്ട നടക്കുകയാണ്, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ. അതിനിടയ്ക്കാണ് മറ്റൊരു വാർത്ത വരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കാൻ വാഗ്ദാനം ചെയ്ത് ഒരു പീഡനം നടന്നിരിക്കുകയാണല്ലോ. ഇത് ഒരെണ്ണമല്ല ശ്രീജിത്ത് നടക്കുന്നത്. ഈ കാസ്റ്റിംഗ് കോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലൊക്കെ എടുത്ത കാസ്റ്റിംഗ് കോൾ 28-35 വയസ്സിനകത്തുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഇങ്ങനെ പുതുതായിട്ട് റിലീസ് ചെയ്യുന്ന ചിത്രത്തിനായിട്ട് ഇതിപ്പോൾ നിരവധി കാസ്റ്റിംഗ് കോൾ ഇതാണ് വരുന്നത്. പക്ഷേ ഇതിനൊരു കൃത്യതയില്ല. ഇത് കണ്ടുകൊണ്ട് സിനിമാ മോഹവുമായി അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പല പെൺകുട്ടികളും ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത്. ഇത് മിക്കതും ഫേക്കായിട്ടുള്ള ഒരു പരസ്യമാണ്. ഇവന്മാർക്ക് ഇത് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലൂടെയൊക്കെ ഇടും. പക്ഷേ ഇതിൽ പല സിനിമകളും നടക്കത്തില്ല, പല പ്രോജക്റ്റുകളും നടക്കുന്നതല്ല. ചിലതൊക്കെ ചില നോർമൽ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ഒന്നും ആയിരിക്കത്തില്ല, ചെറിയ ഏതെങ്കിലും പ്രോജക്റ്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ളത് ഈ പെൺകുട്ടികളെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ സമൂഹത്തിൽ നമ്മളുടെ മാതാപിതാക്കൾ ആദ്യം ശ്രദ്ധിക്കുക. പെൺകുട്ടികൾ ഏത് കാസ്റ്റിംഗ്, ഏത് പ്രൊഡക്ഷനിലാണ്, അത് ഒരു കൃത്യത വരുത്തിയതിന് ശേഷം മാത്രം അത് നേരായ രീതിയിൽ മാത്രമേ പോകാവൂ. അല്ലാതെ ചെന്നുപെടുന്ന ഇത്തരത്തിലുള്ള ഹോട്ടലുകളിലും ഒക്കെ ചെന്ന് വിളിക്കുമ്പോൾ പെൺകുട്ടികൾ ഇത്തരത്തിൽ ചൂഷണത്തിന് ഇരയാവും. ഇതിപ്പോൾ ശ്രീത്ത് പറഞ്ഞ അനുസരിച്ച് കഴക്കൂട്ടത്ത് ഉള്ള ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ഒരു ചൂഷണത്തിന് ഇരയായിരിക്കുന്നത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ജൂനിയർ ആർട്ടിസ്റ്റായ ഒരു യുവതി, അത് ജൂനിയർ ആർട്ടിസ്റ്റാണ്. ഈ മേഖല എന്താണെന്ന് ആ പെൺകുട്ടിക്ക് കൃത്യമായ ഒരു വിവരമുണ്ട്. ആ കുട്ടിയാണ് ഇപ്പം ചെന്ന് പെട്ടിരിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റായ ഒരു യുവതിയെ ഇപ്പോൾ ലൈംഗികമായി ഒരു യുവാവ് പീഡിപ്പിച്ചു എന്നുള്ള തരത്തിലാണ്. എറണാകുളം ആലങ്കോട് വാരാപ്പുഴ പാട്ടശ്ശേരി മുക്ക് ജംഗ്ഷന് സമീപം ജിനുവിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പോലീസ് എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴക്കൂട്ട സ്വദേശിയായ 31കാരിയാണ് ഈ ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായ യുവതി. അപ്പം ഈ യുവതിയെ നമ്മൾ അറിയും ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ സിനിമ എന്താണ് അല്ലെങ്കിൽ സീരിയൽ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അതിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്കറിയാം. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ പല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായല്ലോ. ആ ചർച്ചകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകുന്നു? ചർച്ചകളെല്ലാം ഉണ്ടായിട്ടുള്ളൂ. ഇതിനൊരു നീക്കുപോക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ നമ്മളുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ കോടതിയിൽ പോലും അത്തരത്തിലുള്ള കേസുകൾ മുമ്പോട്ട് പോയിട്ടില്ല. പല കേസുകൾ മുകേഷിനെതിരായിട്ടും സിദ്ദിഖിനെതിരായിട്ടുള്ള കേസുകൾ പകുതിയും ബ്രേക്കായി നിൽക്കുകയാണ്. പല രീതിയിൽ നിന്ന് പിന്മാറിയവരുണ്ട്, മുന്നോട്ട് പോയവരെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇതിങ്ങനെ കൃത്യതയില്ലാത്തത് കൊണ്ട് പല കേസുകളും മാറ്റപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നിരവധി നടന്മാരുടെ ഇടയിൽ പീഡന പരാതികളൊക്കെ വന്നെങ്കിൽ ഇത് മുമ്പോട്ട് പോയില്ല. ഇനി എത്രയോ എണ്ണം പറയാതിരിക്കുന്നവയുണ്ട്, കൃത്യമായിട്ട് സത്യസന്ധമായിട്ടുള്ള എത്രയോ കാര്യങ്ങളുണ്ട്, അതൊന്നും മുമ്പോട്ട് പോവില്ല. ഇതൊക്കെ വെറും വാർത്താ ചാനലുകൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു ചർച്ചയാകുന്നു എന്നുള്ളതേ ഉള്ളൂ. പീഡനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് മനഃപൂർവ്വമായിട്ട് ചെന്നപ്പെടുന്നവരുമുണ്ട്. എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് കരിയറാണ് വലുത് എന്നുള്ള രീതിയിൽ മനഃപൂർവ്വം സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ സിനിമാ മോഹവുമായി ചെന്നപ്പെടുന്നവരുണ്ട്. കാരണം ഇത്തരത്തിൽ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്നത് സിനിമയാണ്, അതിലൂടെ രക്ഷപ്പെടാമല്ലോ എന്ന തരത്തിൽ പോകുന്ന ഇതുണ്ട്. ഒരു കൈ കൊണ്ട് കൊട്ടിയ സൗണ്ട് ഉണ്ടാക്കില്ലല്ലോ, 2 കൈ കൊണ്ട് കൊട്ടിയാലല്ല ശബ്ദം വരും. അത്തരത്തിൽ പോകുന്നവരുണ്ട്. പിന്നെ അത് എന്തുകൊണ്ടായിരിക്കും ഈ സിനിമാ മേഖലയിൽ ഒരു ഭാഗത്ത് നാം കണ്ടതാണ്, ഇന്നലെ ഉൾപ്പെടെ വേടൻ ഉൾപ്പെടെ പിടിയിലാകുകയാണ്. ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് സംവിധായകൻ ഉൾപ്പെടെ പിടിയിലാകുന്നു. ഒരു ഭാഗത്ത് ലഹരി, ഒരു ഭാഗത്ത് ഇത്തരം സംഭവങ്ങൾ. ഇതിനെ എങ്ങനെ കൃത്യമായി നിയന്ത്രിക്കാൻ ഇവിടെ ആരുമില്ലേ? ഇതിൻ്റെ നിയന്ത്രണം വേണ്ടുന്നത് ഇപ്പം സിനിമാ മേഖലയിലാണെങ്കിൽ ഇതിൻ്റെ സംഘടനകളുണ്ട്. ഇപ്പം സംവിധായകരുടെ സംഘടനകളുണ്ട്, ഈ അഭിനയിക്കുന്നവരുടെ സംഘടനകളുണ്ട്, അമ്മ പോലുള്ള നിരവധി സംഘടനകളുണ്ട്, ഫിലിം ചേംബറുണ്ട്, ഇതൊക്കെയുണ്ട്. ഇവരുടെ ഇടയിലാണ് ആദ്യം ഒരു കൃത്യത വരുത്തേണ്ടുന്നത്. ഇപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ വാർത്തയിൽ കാസ്റ്റിംഗ് കോൾ ചെയ്യേണ്ടുന്നത് ഏതെങ്കിലും ഒരു സംഘടനയിലൂടെ ആയിരിക്കണം. അവരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതായിരിക്കണം ഇത്തരത്തിൽ കാസ്റ്റിംഗ് കോൾ ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫിലിം ചേംബറിലാണ് ഇവിടെ വിളിച്ചു ചോദിക്കാം. ഇപ്പോൾ ഏത് പെൺകുട്ടി, ഇപ്പം എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം, ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് കോൾ കണ്ട എൻ്റെ നമ്പർ കണ്ടു, എടുത്ത് ചാടി ഞാൻ ചെല്ലുന്ന വല്ല ഹോട്ടൽ റൂമിൽ ഇവന്മാരുടെയൊക്കെ അടുത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതുപോലെ ചൂഷണത്തിന് ഇരയായി നേരിടും. പക്ഷെ അതിനപ്പുറം ഇത് ഏത് പ്രൊഡക്ഷൻ കമ്പനിയാണ്, ഇതിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവ് സഹിതം ഈ പരസ്യം ഇടുകയും ഒപ്പം ഫിലിം ചേംബറിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യണം. അങ്ങനെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ ചെയ്തവർ ഒരു
സിനിമ എടുക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ അവരെ അറിയിക്കേണ്ടുന്ന ഒരു ബാധ്യതയുണ്ട്. ഇതെല്ലാം അവരെ അറിയിച്ചിട്ട് വേണം ഒരു സിനിമയിലേക്ക് കടക്കാൻ. അപ്പോൾ അവരുടെ ഒരു അനുമതിയോട് കൂടി വേണം, അല്ലെങ്കിൽ ഒരു അമ്മയിലാണെങ്കിലും ഒരു അനുമതിയോട് കൂടി വേണം ഓരോ സിനിമകൾ എടുക്കുക. അപ്പോൾ കാസ്റ്റിംഗ് കോൾ വരുമ്പോൾ നമ്മൾ അവിടെ വിളിച്ച് ചോദിക്കുക, ഇന്ന ഒരു സിനിമ വരുന്നുണ്ട്, ഇത് ശരിയാണോ, ഈ ഒരു സിനിമ പുറം ലോകം കാണുമോ, അല്ലെങ്കിൽ ഇതൊക്കെ അറിയുമ്പോൾ നമുക്ക് ആ സിനിമയെ പറ്റി ഒരു ബോധം വരും. അല്ലെങ്കിൽ സിനിമയിൽ ആരൊക്കെയാണ് എന്താണെന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റും. ഇത് കുറേ കാസ്റ്റിംഗ് കോൾ എന്നൊക്കെ പറഞ്ഞു ചില സിനിമകളൊന്നും വെറുതെ ഒരു ടൈറ്റിലിട്ട് ഇന്ന ആൾക്കാർ വരുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇല്ല ചെറിയ ചെറിയ കുമിളുകൾ പോലെയാണ് ഓരോ കമ്പനികൾ പൊട്ടി വരുന്നത്. ഈ ഒരു രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ചെറിയൊരു ഫേസ്ബുക്ക് പേജ് എടുത്തിട്ട് ഇത് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും സെൽഫായിട്ടുള്ള വ്യക്തികൾ ഇതിനിടയ്ക്ക് നിൽക്കുന്ന PR വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വ്യക്തികൾ തന്നെ കാസ്റ്റിംഗ് കോൾ ചെയ്യുക, അതായത് വ്യക്തിപരമായിട്ടുള്ള ഇത് ചെയ്യുക. ഇതിനെല്ലാം തൂത്തുവാരി കളഞ്ഞിട്ട് ഒരു സിനിമയിൽ ഒരു കാസ്റ്റിംഗ് കോൾ ആണെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണെങ്കിൽ ഒരു സംഘടനയിലൂടെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ഈ പറഞ്ഞതുപോലെ പിന്നെ വർഷങ്ങൾക്ക് ശേഷം നടിമാർ പറയാം, അയ്യോ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വരത്തില്ല. അത് ഈ സിനിമയിൽ ഈ പ്രൊഡക്ഷൻ ഉൾപ്പെടെ ഡയറക്ടർ ഉൾപ്പെടെ അവർക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. എന്തെങ്കിലും ഒരു ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ വന്നാൽ ഇവർക്ക് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ പരാതി പറയും. ഇത് ഒരു നാദനില കളരി പോലെ കുറേ പരസ്യങ്ങൾ കണ്ടുകൊണ്ട് കുറേ പെൺകുട്ടികൾ ഇതിനകത്ത് സിനിമാ മോഹവുമായി ചെന്ന് പെട്ടുകൊടുക്കും. അവരറിഞ്ഞുകൊണ്ട് പെടുന്നതാണ്, ഭൂരിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീജിത്തെ. കാരണം ഇതിപ്പോൾ സീനിയർ ആർട്ടിസ്റ്റ് ഇവർക്ക് എന്താ അറിഞ്ഞുകൂടെ, ഒരിടത്ത് ഒറ്റയ്ക്ക് പോകുമ്പോൾ അറിഞ്ഞുകൂടെ? അന്ന് ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു സംഘടനയില നിലവിലുണ്ടല്ലോ ഈ സ്ത്രീകളുടെ വിമൻസ് കളക്റ്റീവ്. അതെ അതെ. പക്ഷെ അവരെല്ലാം പറയുന്നത് ഇതൊന്നും സ്ത്രീകൾക്കൊന്നും അറിയില്ല. അത് അവരങ്ങനെയല്ല പറയൂ, അവരിലുള്ളവർ തന്നെ ഇതൊക്കെ അനുഭവങ്ങളും ഉള്ളവരല്ലേ. ഞാൻ ഈ ഇടയ്ക്ക് ഈ ഒരു കാര്യം പറഞ്ഞപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഹോട്ടൽ ജീവനക്കാരിയെ അതിൻ്റെ ഓണർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അവർ അലറി കരഞ്ഞ് അതൊരു ജെന്യുവിൻ കേസാണ്. നമുക്കൊരു പീഡനം എന്ന് പറയുമ്പം നമുക്കറിയാം, എത്രയോ റേപ്പ് കേസുകൾ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ വൈകുന്നേരം ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആവും, അല്ലെങ്കിൽ പോലീസിൻ്റെ സഹായം തേടേണ്ടി വരും. കാരണം ഒരു സ്ത്രീയെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് അവൾക്ക് പിന്നീട് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോഴത്തേന് അവിടെ ഹോട്ടലാണ്, അലറി കരയാനുള്ള, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മയക്കുമരുന്നൊക്കെ കൊടുത്ത് തളർത്തി കിടക്കണം. അപ്പം ഇത് കിട്ടാത്തത് കൊണ്ട് പിന്നീട് അത് പീഡനമാക്കി മാറ്റുന്ന പലരും അവസരം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇത്തരത്തിൽ ഇപ്പം രഞ്ജിത്ത് സംവിധായകൻ പറഞ്ഞ അവസരം ലഭിക്കാത്തത് കൊണ്ടാണ് ആ സ്ത്രീ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പം അവസരം ലഭിച്ചില്ലെങ്കിൽ സ്ത്രീകൾ ഇത് മുതലാക്കിയാണ് ചെയ്തത്. അപ്പം ഇരുഭാഗത്തു നിന്ന് ഇപ്പം സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നം ഇവർക്കുണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ പുരുഷന്മാർ ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ ചൂഷണം ചെയ്യാതിരിക്കാനും സംഘടനാപരമായിട്ട്, അതായത് നമ്മുടെ സിനിമാ സെറ്റിൽ സിനിമാ മേഖലയുമായിട്ട് മലയാള ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഘടനകളാണ് ഇതിന് ഉത്സാഹം കാണിക്കേണ്ടത്. അവരിലൂടെ വേണം ഓരോ കാസ്റ്റിംഗ് കോൾ ആണെങ്കിലും ഓരോ സിനിമകളും പോകേണ്ടത്. ഇപ്പോൾ പ്രൊഡക്ഷൻ ടീമാണ്, അവരെ അറിയിക്കാമല്ലോ. സംവിധായകരുടെ സംഘടനയുണ്ട്, നടന്മാരുടെയും നടിമാരുടെയും സംഘടനയുണ്ട്. ഇപ്പോൾ അമ്മ അസോസിയേഷനിലൂടെ തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ കാസ്റ്റിംഗ് കോൾ ചെയ്ത ഇപ്പോൾ ഒരു നടിയെ അല്ലെങ്കിൽ നടനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇത് ഫേസ്ബുക്ക് പേജുകൾ അവർ പരസ്യം ചെയ്യുമല്ലോ, അല്ലെങ്കിൽ അവരുടെ പേരും അവരുടെ സിഗ്നേച്ചറും വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ. നമുക്കിപ്പോൾ ഒരു ഇത് കിട്ടുന്നു, ഒരു പത്രക്കുറിപ്പ് എന്തെങ്കിലും കിട്ടുന്നു, ഇന്ന ആളുടെ സൈൻ ഇന്ന ഇത്, അപ്പോൾ ആ അസോസിയേഷൻ്റെ ഒരു ഇതിലൂടെയാണ് നമുക്ക് അവിടെ വിളിച്ചു ചോദിക്കാം. ഇപ്പോൾ മാതാപിതാക്കൾക്ക് അവിടെ വിളിച്ചു ചോദിക്കാം, ഇന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ കാസ്റ്റിംഗ് കോൾ വന്ന് ഇത് ശരിയാണോ. അപ്പോൾ ധൈര്യമായിട്ട് നമ്മുടെ പെൺകുട്ടികളെ വിടാം. സിനിമ മോഹം അല്ലെങ്കിൽ അഭിനയിക്കുന്നത് ഒരു ചീത്തയായ കാര്യമൊന്നുമില്ല. അതൊക്കെ 1000-ൽ ഒരാൾക്ക് കിട്ടുന്ന ഒരു അപൂർവമാണ് കലാകാരന്മാരെന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും ഒരേ കഴിവൊന്നും കിട്ടത്തില്ല, അവർ നമ്മളെ മുൻനിരയിൽ തന്നെ കൊണ്ടുവരണം. പക്ഷേ ഇതിൽ ഉണ്ടാകുന്നത് ഇവരെയൊക്കെ ചൂഷണം ചെയ്യുക, ലഹരിയിലേക്ക് കടത്തി വിടുക. അപ്പോൾ ഇതിനൊക്കെ ഒരു നിയന്ത്രണം സംഘടനകൾ തന്നെ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കണം. സർക്കാർ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി പോലെയുള്ളതുണ്ട്, അവരിൽ ഒരു നിയന്ത്രണമാണ്. ഇത് നാദനില കളരി പോലെ ഇവർക്ക് നല്ല ഏറ്റവും വൻ സാമ്പത്തിക ലാഭമുള്ളൊന്ന് സിനിമാ മേഖലയിലാണ്, നടന്മാർക്കും നടിമാർക്കും ഒക്കെ തന്നെയാണ്. ഇത് ഇവർ പല വിധത്തിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. അവരെ അടുക്കാൻ സമ്മതിക്കുന്നത്. ഇപ്പം എത്ര പേരെ അറസ്റ്റ് ചെയ്തു, എത്ര പേരിപ്പം ഇത് ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അവരിലോട്ട് എന്താണ് ഈ അന്വേഷണം ചെയ്യാത്തത്? അവരെ തൊടാൻ പറ്റത്തില്ല, കാരണം അവരുടെ കയ്യിലാണ് പോലീസും സർക്കാരും ഒക്കെയാണ്. അപ്പം അത് ഒന്ന് പൊളിച്ചടുക്കില്ലെങ്കിൽ ഒരു പക്ഷേ സമൂഹത്തിൽ വലിയ വിപത്താണ് ഉണ്ടാകുന്നത്. ഇപ്പം ശ്രീജിത്തിനും ഞാനും ഒക്കെ നമുക്കറിയാം, കൊച്ചുനാളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു മന്ത്രി വന്നെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. പക്ഷേ ഒരു മോഹൻലാലോ മമ്മൂട്ടിയോ എന്തെങ്കിലും ഒരു കാര്യം ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം വന്ന് TV-യിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കും.
നമ്മളത് അനുകരിക്കുക കൂടി ചെയ്യുന്ന പിള്ളേരുണ്ട്. അപ്പോൾ പുകവലി പാടില്ല, ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കേൾക്കും. അപ്പോൾ അത്രയേറെ സ്വാധീനം ഈ അഭിനയിക്കുന്നവർക്ക് സമൂഹത്തിലുണ്ട്. ഇപ്പോൾ വേടൻ ഒരു ഷോയിൽ പറഞ്ഞിരുന്ന മക്കളെ സിന്തറ്റിക് ഒന്നും ഉപയോഗിക്കല്ലേടാ, അമ്മയും അപ്പനെയും ഒന്നും കണ്ണീരിലാക്കല്ലേടാ എന്ന് ഒറ്റ വേർഡോ അവരെന്തൊരു ആഘോഷമായിരുന്നു, കരഘോഷമായിരുന്നു. അപ്പോൾ അവ പറയുന്ന ഒരു വാക്ക് പോലും യുവതലമുറ കേൾക്കാനുണ്ട് എന്നുള്ളതാണ്. അതാണ് അവരുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ അവരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റണം, അവരെ ആ രീതിയിലാക്കണം. പക്ഷെ അവർ ലഹരി ഉപയോഗിച്ചുകൊണ്ട്, അവർ പെൺവിഷയം കാണിച്ചുകൊണ്ട് സമൂഹത്തെ എങ്ങനെ ഉന്നതിയിലേക്ക് ഇവർക്ക് നയിക്കാൻ പറ്റും? സമൂഹത്തിൻ്റെ ഉന്നതിയുടെ ഒരു ഭാഗം ഈ കലാകാരന്മാർക്കുണ്ട്. അവരത് മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് വിഷമം.